നമസ്കാരം. മാന്നാർ പെരിങ്ങലിപ്പുറത്ത് സിനിമാ കഥയെ വെല്ലുന്ന നാടകീയ സംഭവങ്ങൾ. സ്കൂളിൽ പുതുതായി എത്തിയ ഹയർ സെക്കൻഡറി അധ്യാപകനോടുള്ള കടുത്ത പ്രണയം ഒടുവിലെത്തി നിൽക്കുന്നത് ആത്മഹത്യാശ്രമത്തിൽ. ഭർത്താവും മുതിർന്ന 2 മക്കളുമുള്ള 52-കാരിയാണ് അധ്യാപകന്റെ വീടിന് മുന്നിൽ പോലീസിനെ പോലും സാക്ഷിയാക്കി കിണറ്റിലേക്ക് ചാടിയത്. അധ്യാപകന്റെ വിവാഹം മറ്റൊരാളുമായി നിശ്ചയിച്ചു എന്നതറിഞ്ഞതോടെയാണ് ഇവർ നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് ചാടിയത്. അധ്യാപകന്റെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കുകയും കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്ത ഇവരെ മാറ്റുവാൻ പോലീസ് എത്തിയെങ്കിലും സംസാരിച്ചു നിൽക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ഇവർ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് അതിസാഹസികമായാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. നിലവിൽ ഇവർ മാവേലിക്കരയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അധ്യാപകന്റെ വീട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും 2 SI-മാരും ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസറും ഉച്ചയോടെ സംഭവസ്ഥലത്തേക്ക് എത്തി. വീട്ടമ്മയെ അനുനയിപ്പിക്കുവാനും കാര്യങ്ങൾ ചോദിച്ചറിയുവാനുമായിരുന്നു പോലീസിന്റെ ശ്രമം. എന്നാൽ പോലീസുകാർ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മിന്നൽ വേഗത്തിൽ ആ സംഭവം നടന്നത്. പോലീസുകാരെ വെട്ടിച്ച് വീട്ടമ്മ ഓടിപ്പോയി മുറ്റത്തെ കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. നിമിഷ നേരം കൊണ്ട് നടന്ന ഈ അപ്രതീക്ഷിത നീക്കം പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ തന്നെ അമ്പരപ്പിച്ചു. ഉടൻ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് അതിസാഹസികമായി കിണറ്റിലിറങ്ങി ഇവരെ കരക്കെടുത്തു. പരിക്കേറ്റ വീട്ടമ്മയെ ഉടൻ തന്നെ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഇത്തരത്തിൽ മാന്നാറിനെ നടുക്കിക്കൊണ്ട് ഒരു സിനിമാ സ്റ്റൈൽ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത്. 30ഉം 25ഉം വയസ്സുള്ള 2 ആൺമക്കളുടെ അമ്മയുടെ ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നിൽ വെറുമൊരു പ്രണയ നൈരാശ്യം മാത്രമാണോ, അതോ പ്രായത്തെ പോലും മറന്നുകൊണ്ടുള്ള ഒരു കടുത്ത മാനസിക വിഭ്രാന്തിയാണോ? 30ഉം 25ഉം വയസ്സുള്ള 2 മക്കളുടെ അമ്മയായ ഈ 52-കാരി വെറുമൊരു താൽക്കാലിക അധ്യാപകനോടുള്ള ആരാധന മൂത്ത് ഇത്തരമൊരു കടും കൈ ചെയ്തത് ഇപ്പോൾ നാട്ടിലാകെ ചർച്ചയാണ്. പോലീസുകാരുടെ മുന്നിൽ വെച്ച് കിണറ്റിലേക്ക് ചാടി ഇവരെ കൃത്യസമയത്ത് രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു മക്കളും ഭർത്താവും കുടുംബവും ഒക്കെയായി ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെ ഇത്തരമൊരു പ്രണയബന്ധം ഉണ്ടാകുന്നു? പ്രായത്തെ പോലും മറന്ന് ഇവർ എന്തിനാണ് ഇങ്ങനെ ഒരു കടും കൈക്ക് മുതിർന്നത്? നാട്ടുകാർക്കിടയിൽ ഉയർന്ന പ്രധാന ചോദ്യങ്ങളാണിത്. ഇതിന് മനഃശാസ്ത്രപരമായ ചില വശങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പലപ്പോഴും മക്കൾ വളർന്ന് സ്വന്തം ജീവിതത്തിലേക്ക് മാറുകയും ഭർത്താവ് ജോലിയോ മറ്റുമായി തിരക്കിലാവുകയും ചെയ്യുമ്പോൾ വീട്ടമ്മമാർ അനുഭവിക്കുന്ന വലിയൊരു ഒറ്റപ്പെടലുണ്ട്. ഈ എംപ്റ്റിനെസ് സിൻഡ്രോം അവരെ മാനസികമായി തളർത്താം. ആ സമയത്ത് ലഭിക്കുന്ന ചെറിയൊരു പരിഗണനയോ സ്നേഹമോ വലിയൊരു ആശ്വാസമായി അവർക്ക് തോന്നാം. അത് പിന്നീട് അമിതമായ ഒരു ആശ്രയത്വത്തിലേക്കോ പ്രണയത്തിലേക്കോ ഒക്കെ വഴിമാറാം. മനഃശാസ്ത്രത്തിൽ എറോട്ടോമാനിയ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തന്നേക്കാൾ പദവിയുള്ളതോ പ്രശസ്തരോ ആയ ഒരാൾ തന്നോട് പ്രണയത്തിലാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കും. സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. ഈ അധ്യാപകൻ കാണിച്ച സ്വാഭാവികമായ ബഹുമാനത്തെയോ പെരുമാറ്റത്തെയോ പ്രണയമായി ഈ സ്ത്രീ തെറ്റിദ്ധരിച്ചിരിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. 50കളിൽ എത്തുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും മാനസിക മാറ്റങ്ങളും ചിലപ്പോൾ പെരുമാറ്റത്തെ ബാധിക്കാറുണ്ട്. കുടുംബത്തിനുള്ളിൽ താൻ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ പുറത്തു നിന്നുള്ള ഒരാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ഇവർ അറിയാതെ ശ്രമിച്ചു പോയേക്കാം. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം പലപ്പോഴും ആളുകളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റാറുണ്ട്. സാങ്കല്പികമായ ഒരു ലോകത്ത് ജീവിക്കുവാൻ തുടങ്ങുന്ന ഇവർ സ്വന്തം കുടുംബത്തെയും മക്കളെയും പോലും മറന്ന ഇത്തരം ബന്ധങ്ങളിൽ ചെന്നുപെടുന്നു. ചുരുക്കത്തിൽ ഇതൊരു പ്രണയ നൈരാശ്യം മാത്രമല്ല, മറിച്ച് ചികിത്സയും കൗൺസിലിംഗും ആവശ്യമുള്ള ഒരു മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ്. കുടുംബാംഗങ്ങൾ ഇത്തരം പ്രായത്തിലുള്ളവരുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മാന്നാറിലെ ഈ നാടകീയ സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു.